ഹലോ, ഇന്ന് സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ. ഓസോൺ ലെയർ നമ്മുടെ അന്തരീക്ഷത്തില് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ 90% ആഗിരണം ചെയ്ത് അൾട്രാവയലറ്റ് രശ്മികൾ അത്രയധികം ഭൂമിയിൽ എത്താതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംരക്ഷണ പാളിയായിട്ട് നിൽക്കുകയാണ്. ഈ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ ഒരുപാട് വരുമ്പോൾ അത് നമ്മളുടെ ജീവന് നിലനിൽപ്പിന് ഒക്കെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അൾട്രാവയലറ്റ് രശ്മികളുടെ 90% ആഗിരണം ചെയ്യുന്ന ഈ ഓസോൺ ലെയർ നമുക്കെല്ലാം ഒരു സംരക്ഷണ കവചമാണ്. എന്നാൽ ഈ ഓസോൺ പാളിയുടെ സുരക്ഷയ്ക്ക് ചില വിള്ളലുകൾ സംഭവിക്കും. ഓസോൺ പാളിയിൽ വിള്ളൽ വരുന്നു, ഓസോൺ ഹോൾ ഉണ്ടാകുന്നു, ഓസോൺ ഡിപ്ലീഷൻ, ഓസോണിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഇങ്ങനെ പോയാൽ ഇത് നമുക്ക് ആപത്താണ്. എന്തുകൊണ്ടാണ് ഈ ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന പല നിർമ്മിത രാസവസ്തുക്കളും അന്തരീക്ഷത്തിലെത്തുന്നതാണ്. അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹൈഡ്രോഫ്ലൂറോ കാർബൺ തുടങ്ങി ഒരുപാട് വസ്തുക്കൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും ഒക്കെ കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. 1987 ഇങ്ങനെ ഒരു കരാറ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓസോൺ ഡേ എന്നാണ് സെപ്റ്റംബർ 16. ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓസോൺ ശോഷണം തടയാൻ വേണ്ടിയിട്ട്, ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ ഉൽപാദന ഉപഭോഗം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ വർഷത്തെ ഓസോൺ ഡേയുടെ തീം എന്ന് പറയുന്നത് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ്. ശാസ്ത്രത്തിൽ നിന്നും ആഗോള പ്രവർത്തനത്തിലേക്ക് എന്നുള്ളതാണ് 2025 ഓസോൺ ഡേയുടെ തീം എന്ന് പറയുന്നത്. ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഈ ഓസോൺ ലെയർ കാണപ്പെടുന്നത്? ഓപ്ഷൻസ് ഉണ്ട്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിൽ ഏത് പാളിയിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്? ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യും.